പാരൻസിൻ്റെ ഒക്കെ ഒരു മെയിൻ കൺസേൺ ആണ് ഏത് വയസ്സിലാണ് കുഞ്ഞിന് ഒരു ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12-14 വയസ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്യണമെന്നുള്ളത്. ആക്ച്വലി നമുക്ക് 7 വയസ്സ് മുതലേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. 7 വയസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അല്ല 7 തൊട്ട് 12 വയസ്സ് വരെ അല്ലെങ്കിൽ 14 വയസ്സ് വരെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പാൽപ്പല്ലുകളും പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകളും പ്രസൻറ്റ് ചെയ്യുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് എല്ലുകളിൽ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു അസിമെട്രി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാൽ പലതരം അപ്ലയൻസ് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മാതാപിതാക്കൾക്ക് തോന്നുവാണ് നിരതെറ്റിയാണ് പല്ലുകൾ വരുന്നത്, അല്ലെങ്കിൽ താടിക്ക് ചെറിയ ഉന്തലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താടി കുറച്ച് ഗ്രോത്ത് കുറവായിട്ട് അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കൺസൾട്ട് ആൻ ഓർത്തോഡോണ്ടിസ്റ്റ്. ഈ 7 വയസ്സ് മുതലേ നമുക്ക് കൺസൾട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ഗ്രോയിങ് പീരീഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളിൽ ഒരു 14 വയസ്സ് വരെ അല്ലെങ്കിൽ 16 വയസ്സ് മാക്സിമം, ആൺകുട്ടികൾക്ക് 16 തൊട്ട് 18 വയസ്സ് വരെയൊക്കെ നമ്മൾ ഗ്രോയിങ് പീരീഡ് പറയുന്നത്. ഈ ഒരു ഗ്രോയിങ് പീരീഡിൽ നമുക്ക് വളർച്ച കൂടുതലുള്ള എല്ലുകളെ റെസ്ട്രിക്റ്റ് ചെയ്യാനും വളർച്ച കുറവുള്ള എല്ലിനെ അതിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും വളരെ നാരോ ആയിട്ടുള്ള ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനുമായിട്ടൊക്കെയുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാകും. ഒരു ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് പല്ലെടുക്കേണ്ടതായിട്ടോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു കിട്ടും. ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേന് അധികം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സർജിക്കലി റീപൊസിഷൻ ചെയ്യുക അല്ലെങ്കിൽ സർജിക്കലി അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് ഒരു 7 ഇയേഴ്സ് മുതൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കൺസൾട്ട് ആൻ ഓർത്തോഡോണ്ടിസ്റ്റ്.